പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ കടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾക്ക് ശക്തമായ മറുപടിയുമായി ഇറാൻ രംഗത്തെത്തി. ഇറാൻ സായുധ സേനയുടെ കേന്ദ്ര കമാൻഡർ യൂണിറ്റായ ഖദം അൻ അൽബിയ ആസ്ഥാനത്തിന്റെ വക്താവ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ അവകാശവാദങ്ങളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ഇറാന്റെ സൈനിക ശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചുവെന്ന അമേരിക്കയുടെ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് ദൂരെയാണെന്നും അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിവരങ്ങൾ അപൂർണമാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇറാന്റെ പ്രധാന തന്ത്രപരമായ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ഡ്രോൺ സംവിധാനങ്ങളും അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക ഒരിക്കലും എത്തിപ്പെടാനാകാത്ത രഹസ്യ കേന്ദ്രങ്ങളാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ ആക്രമിച്ചതായി കരുതുന്ന കേന്ദ്രങ്ങൾ നിസ്സാരമാണ്. ഇറാന്റെ യഥാർത്ഥ സൈനിക ശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ അറിവില്ല എന്ന മുന്നറിയിപ്പോടെയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ പരാമർശങ്ങൾ ഇറാൻ തന്റെ സൈനിക ശേഷി ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുവെന്ന സന്ദേശം നൽകുന്നതായി നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇതിനോടൊപ്പം തന്നെ അമേരിക്ക ഇസ്രായേൽ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തുടരുന്നുവെന്നും ഇറാൻ വ്യക്തമാക്കി. സ്ഥിരമായ അപമാനം, ഖേദം, കീഴടങ്ങൾ എന്നിവ നേരിടുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല എന്ന കടുത്ത നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇതിനകം തന്നെ ആരംഭിച്ച മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാകുന്ന മുന്നറിയിപ്പും ഇതോടൊപ്പം നൽകി. അതേസമയം ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ അമേരിക്കൻ സൈന്യം ഇറാനെതിരെ ശക്തമായ പ്രഹരങ്ങൾ നടത്തി ലക്ഷ്യസ്ഥാനത്തിനടുത്തെത്തിയതായി അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ ഇറാൻ ഈ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞതോടെ ഇരു രാജ്യങ്ങളുടെയും നിലപാടുകൾ തമ്മിലുള്ള വാക്കേറ്റം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കുകയും ദീർഘകാല പ്രതിസന്ധിയായി മാറുകയും ചെയ്യുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നു.